ശരിന്ന്. എന്തിന്? ഏ? ഞാൻ ദേഷ്യം പിടിക്കാൻ ഞാൻ ആരാണ്? ഏ? ഏ? നിങ്ങൾ ഒഴിവാക്കില്ലേ? ആ ഞാൻ ആരും അല്ലല്ലോ ദേഷ്യം പിടിക്കാനും ദേഷ്യം പിടിക്കാതിരിക്കാനും ഞാൻ ആരും അല്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ? ഇന്നജി ഒഴിവാക്കി പോയില്ലടി. ആര്? അനക്കെങ്ങനെ മനസ്സൊന്ന്? ഞാൻ നിങ്ങൾ ഒഴിവാക്കിയില്ല, എന്റെ മനസ്സുകൊണ്ട് ഒഴിവാക്കിയില്ലല്ലോ. മനസ്സുകൊണ്ട് ഒഴിവാക്കണ്ട, ശരീരം കൊണ്ട് ഒഴിവാക്കില്ല. ഇല്ല. ആണ്? ഇല്ലെന്ന്. ആണ്. കണ്ണോണ്ട് ഞാൻ കണ്ടത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആരും പറഞ്ഞേ കേട്ടിട്ട് അന്നെ ഒഴിവാക്കിയല്ല. അല്ല. ആ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പഠിച്ചോൻ എനിക്ക് എന്റെ കണ്ണോണ്ട് കാണിച്ചു തന്ന് ഞാൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഒഴിവാക്കണത്. അല്ലേ? അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. തെറ്റുണ്ടായിട്ടില്ല എന്ന് പറയൊന്നും വേണ്ട. അവൻ എന്നോട് സമ്മതിച്ചു തന്നിക്കണ്. സമ്മതിച്ചു കൊടുത്ത് ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിൽ ഇന്ന് ഞാൻ വിളിച്ചപ്പോ അവിടെ എഴുതി കൊടുത്തിരിക്കുന്ന ഹമീദിനെ കൂടെ പോവാൻ എനിക്ക് താല്പര്യമാണ്, എന്നെ സ്വീകരിക്കാൻ ഹമീദിനും താല്പര്യമാണെന്ന് പറഞ്ഞ എഴുതി എന്റെ ഞാൻ പറഞ്ഞേക്ക് എഴുതി കൊടുത്തത് എന്റെ വാപ്പിയും ഹമീദിന്റെ വാപ്പിയും ഒപ്പിട്ട് കൊടുത്തിരിക്കണം. അത് നോക്കാം. ഞാൻ ഇനി എന്റെ സൗകര്യം നോക്കല്. ഞാൻ ഇനി അവരുടെ സൗകര്യം നോക്കണില്ല. അവരുടെ സൗകര്യം നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയും ഭക്ഷണമില്ലേ. ഞാനല്ലേ വഷളായി, നിങ്ങൾ വഷളായിട്ടില്ലല്ലോ. ആ ശരി, ഞാൻ വഷളായിട്ടില്ല. എനിക്ക് മുട്ടയില്ല എന്നാ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു, എന്റെ കമ്പനിക്കാരൊക്കെ പറഞ്ഞ എന്താ പറയാ, എനിക്ക് മുട്ടയില്ലാന്ന്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കണല്ലോ. എന്തിനു മുട്ട ഉണ്ടെന്നാ? എന്ത് കാര്യമുണ്ട്? എന്തിനു മോളെ, എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് ഞാൻ നിക്കണേ? അതുകൊണ്ട് വേണ്ടല്ലേ? അല്ല അങ്ങനല്ല, വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ആൾക്കാരൊക്കെ പറഞ്ഞ എന്താ അറിയോ, അസ്തൈന് കള്ളുടിച്ചിട്ട് പോവും, അസ്തൈൻ ചെയ്തു കൊടുക്കൂല. അതുകൊണ്ട് സമീറ പോയിട്ട് ഹമീദിനെ വിളിച്ചിറക്കി കൊടുന്നിട്ട് ഹമീദും പറഞ്ഞിരിക്കണേ അത്ര ഇവിടുന്ന് മറ്റേ കുഞ്ഞിനോടും ഹമീദിന്റെ ആൾക്കാരുടെ ഹമീദ് പറഞ്ഞിരിക്കണേ അവൾ എന്നെ വിളിച്ചിറക്കി കൂട്ടിക്കൊണ്ടേതാണ്, അല്ലാതെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയതല്ല. എനിക്ക് ചെയ്തു തരി, നിങ്ങൾ എന്റെ പോരി ചെയ്ത്. എനിക്ക് എത്രയോ പ്രാവശ്യമായിട്ട് 500 1000 500 ഹമീദിന്റെ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇജ്ജ് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. ഇജ്ജ് വാങ്ങി എനിക്ക് തന്നിക്കണ്. എപ്പോ? ഇജ്ജ് വാങ്ങി എനിക്ക് തന്നിക്കണെന്നാണ് അവിടുന്ന് പറയണത്. ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല. പാലാരം കുഞ്ഞാക്കന്റെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഇന്ന് തന്നെ പോയിക്കോ. പാലാരം കുഞ്ഞാക്കന്റെ പെണ്ണുങ്ങളുടെ അടുത്ത് ഹമീദ് പറഞ്ഞത് അത്ര 500 1000 വാങ്ങിയിട്ട് അസൈനിക്ക് ചെയ്യാൻ വയ്യായിട്ട് അസൈനെ ഏൽപ്പിക്കലാണ് ഓരോരുത്തരെ. ഇജ്ജ് പറഞ്ഞാ പറഞ്ഞു. ഞാൻ അങ്ങനെ ആളോട് പറഞ്ഞിട്ടില്ല. സ്റ്റേഷനിൽ ഇജ്ജ് അങ്ങനെ പറഞ്ഞാണ് എന്നോട് പറഞ്ഞിട്ടാ, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എന്റെ അമ്മ സമ്മതിച്ചു കൊടുത്തും ചെയ്തിരുന്നു. അത് എന്റെ സമ്മതം. എന്റെ അമ്മ സമ്മതിച്ചു. എന്റെ വാപ്പ പറഞ്ഞിരിക്കണല്ല, ആലഞ്ചോട് അങ്ങാടിന്ന് മറ്റേ റസാഖ് ഹാജിന്റെ അടുത്ത് മയമാലി ഹാജിന്റെ അടുത്തൊക്കെ എന്റെ ഉപ്പ പറഞ്ഞിരിക്കണല്ല, അവനെ കൊണ്ട് പറ്റൂല, അവനെ കൊണ്ട് എന്റെ മോളെ നോക്കാൻ പറ്റൂല, പറ്റായിട്ട് എന്റെ മോള് വേറെ ആള് എടുത്തേക്ക് പോയതാണ്, അതിൽ ആർക്കാണ് ഛേദമുള്ളത്. ആ പീഡിയക്കാരൻ ബാപ്പുട്ടിയാക്കില്ലേ, പീഡിയക്കാരൻ ബാപ്പുട്ടിയാക്കിന്റെ അടുത്തേക്ക് എന്റെ വാപ്പ പോയി പറഞ്ഞാണ്. പിന്നെ എന്റെ ആങ്ങളെ തന്നെ നോക്കുന്നുണ്ട് എനക്കുള്ള ആൾക്കാരെ. ആര് പറഞ്ഞില്ലാന്ന്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടി? എനിക്കൊന്നും വേണ്ട. അന്നെ വേണ്ട. ശരി, അന്നെ 13 കൊല്ലം ഞാൻ കൊണ്ടുവരുന്നല്ലേടി. പിന്നെ വേണ്ട, ഞാൻ വേണ്ടായിട്ട് ഒഴിവാക്കിയല്ലോ. എനിക്കിപ്പോ വേണം. ഞാൻ വേണ്ടായിട്ട് ഒഴിവാക്കിയല്ല. എനിക്കിപ്പോ മക്കളെ കൊണ്ട് ജീവിക്കാൻ പൂതിയുണ്ട്. മക്കളെ പോലെ ജീവിക്കാൻ പൂതിയല്ലേ ജി? അങ്ങനത്തെ ഒരു പണി ചെയ്യാൻ പാടില്ലല്ലോ സമീറ. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ബുദ്ധിമുട്ട് ചെയ്ത് ഞങ്ങൾ പറയാം, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഇങ്ങോട്ടേക്ക് ഞാൻ എന്നോട് ചോദിക്കട്ടെ, ബുദ്ധിമോശം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ മറ്റുള്ളവർ പറഞ്ഞേ കേട്ടിട്ട് വേണം ഞാൻ ഇത് എന്നെ ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ പറയാം. ആരെങ്കിലൊക്കെ എന്റെ അമ്മയോ അല്ലെങ്കിൽ ഈ പടച്ചോൻ റബ്ബ് പടച്ച തമ്പുരാൻ നേരിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പടച്ച തമ്പുരാൻ പറയാൻ എന്നോട്, എടാ എന്റെ പെണ്ണുങ്ങൾ ഇതാ ഹമീദിന്റെ കൂടെ എങ്ങനെ ഉണ്ട് എന്ന് പറയണേ, അത് കേട്ട് ഞാൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം. നേരെ മറിച്ച് ആര് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല സമീറ. ഇനിയിപ്പോ അന്നെ ഞാൻ തിരിച്ചിരുത്താൽ തന്നെ ആൾക്കാരെന്താ പറയാ? എന്താ പറയാ ആൾക്കാര്? ഞാൻ പൂസനാന്ന് പറയും. തീർച്ചയായും ആ പേടിയല്ല എനിക്ക്. പേടി പണ്ടുമില്ല എപ്പോഴും ഇല്ല. ഞാൻ പേടിണ്ടെന്നുണ്ടെങ്കിൽ ഹമീദിനെ തല്ലാനോ ഹമീദിന്റെ വാപ്പാനെ തല്ലാനോ ഹമീദിന്റെ പെങ്ങളെ പോയിട്ട് സൂത്തടിക്കാനോ ഞാൻ നിൽക്കൂല. മനസ്സിലായി എനിക്ക്? എനിക്ക് പേടിണ്ടെന്നുണ്ടെങ്കില് ഞാൻ ഹമീദിനെ തല്ലാൻ നിൽക്കൂല, എന്റെ ആങ്ങളെ എടുത്തിട്ട് കൊണ്ടുപോകൂല,
ചെറിയാവന്റെ മോളെ കൊണ്ടെങ്ങാണ്ട് ശരിയാക്കാൻ നിൽക്കൂല, ചെറിയാവന്റെ പെണ്ണുങ്ങളെ കൊണ്ടെങ്ങാണ്ട് ശരിയാക്കാൻ നിൽക്കൂല, ഇതൊന്നും ഞാൻ നിൽക്കൂല. എനിക്ക് പേടിയുള്ള ആളാന്നുണ്ടെങ്കിൽ ഞാൻ പച്ചയിൽ വിളിച്ച് പറയൂല. മനസ്സിലായി എനിക്ക്? ഞാൻ പേടില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയണത്, ഇതൊക്കെ ചെയ്യണത്. മനസ്സിലായി എനിക്ക്? പൊതുവേ 13 കൊല്ലം ഇതിന്റെ കൂടെ നിന്നാണല്ലോ, എനിക്ക് എത്ര പേരും പേടിയുണ്ടെന്നില്ല എനിക്കറിയില്ലേ? എനിക്ക് അള്ളാന്റെ ഭൂമിയിൽ എനിക്ക് പേടി ഒരൊറ്റ ആളെ മാത്രമേ ഉള്ളൂ, പഠിച്ചവനെ മാത്രം. അയാളെ പേടിച്ചിട്ടുള്ള സംഗതി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇന്നവരെ. പിന്നെ നീ ഇപ്പോ രാധന്റെ മോളോട് പറഞ്ഞ പോലെ തന്നെ 5 കൊല്ലായി ഞാൻ മറ്റേ അമീദിന്റെ കൂടെ കൂടിയിട്ട് ഫാത്തിമാനെ കൂട്ടിക്കൊടുത്ത് എൻ്റെ അമ്മ കൂട്ടിക്കുണ്ട്. എൻ്റെ അമ്മ കൂട്ടിക്കുണ്ട്. എൻ്റെ TV CD ഒക്കെ മറ്റേ ഹമീദ് കൊടുന്നു കൊടുത്തു എന്നുള്ള ഹമീദ് സമ്മതിച്ചുമാണ്. ഈ TV ഒക്കെ ഹമീദ് കൊടുന്ന് അവിടെ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞുവാണ്, ഇതൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് പറഞ്ഞേക്കേ ഇന്റെ മക്കൾ എന്നെ കാരിക്കൊഴിച്ച് തുപ്പും. നമ്മളെ മക്കളെന്ന് ഇനി പറയാൻ പറ്റൂല. എന്താ കാരണം എന്താ, ഇജ്ജ് പെറ്റുന്നേ ഉള്ളൂ. ഹലോ, ഇജ്ജ് പെറ്റുന്നേ ഉള്ളൂ, ഇജ്ജ് പെറ്റിട്ടേ ഉള്ളൂ. മക്കൾ ഇപ്പോഴും വെറുത്തിട്ടാണ്. എനിക്കിപ്പോ സായന പെരേക്ക് എത്തിയേക്കിനെ എനിക്ക് സായന വിളിച്ച് പെരേന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പാ സമീറ വന്നിന്ന് ഞങ്ങൾ നേരത്തെ വിളിച്ചില്ല, ആ മോളെ ഞാൻ അറിയും, ഇജ്ജ് വെച്ചാളാ, ബാക്കി വന്നിട്ട് നമുക്ക് പറയാന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. എന്താ കാരണം ഈ ഇജ്ജൊന്ന് ആലോചിച്ച് നോക്ക്, അത്രയും ചെറിയ സാധനം 6 വയസ്സായ സാധനത്തിനെ ഒഴിവാക്കിയിട്ട് ഒരു മുട്ട മാത്രം ആഗ്രഹിച്ചിട്ട് മുട്ടി അവന്റെ അടുത്തുള്ള പൈസ ഇജ്ജെന്താ വിചാരിച്ചു? അവൻ ഭയങ്കര ഉദ്യോഗസ്ഥനാണ്. ബാങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ കേക്ക്, ഓൻ ബാങ്കിലെ ഭയങ്കര ആളാണ്, ഓൻ്റെ അടുത്ത് നിന്നുള്ള വരുമാനം കിട്ടും, ബാങ്കിൽ നിന്നുള്ള വരുമാനം വരും, കാസർഗോഡിലുള്ള വരുമാനം വരും, ഇതൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതല്ലേ സമീറജി? ഞാൻ എന്നും സീസിങ്ങിനായിട്ടും മറ്റേ ആൾക്കാരെ പറ്റിക്കാനും ഈ വണ്ടി ഓടിച്ചും ഒരു വരുമാനം ഉണ്ടായിട്ട് എനിക്ക് സുഖമില്ല. അന്നന്ന് കിട്ടുന്ന അന്നന്ന് തിന്നു പോണേന്നേ ഉള്ളൂ, എനിക്ക് സുഖങ്ങളില്ല. എനിക്ക് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ചുരിദാർ കിട്ടുന്നില്ല, ആഗ്രഹിക്കുന്ന പോലത്തെ സ്വർണം കിട്ടുന്നില്ല. എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും ജീവിക്കാനുള്ള ഇത് സംഗതിയില്ല. എൻ്റെ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും പറഞ്ഞേക്കാത്തതിൻ്റെ കാരണം എന്താ? എൻ്റെ ഉമ്മ വേശ്യാണ്. അത് അന്നെ കല്യാണം കഴിച്ച 6-ാം മാസം ഞാൻ അറിഞ്ഞിക്കണ് എൻ്റെ ഉമ്മ വേശ്യാണെന്നുള്ളത്. അത് അറിഞ്ഞിട്ടാണ് അന്നെ ഞാൻ പറഞ്ഞേക്കാതിരുന്നത്. എന്നോട് എൻ്റെ ചെറിയാവ തന്നെ എന്നോട് പറഞ്ഞിക്കണ്, ഞാൻ എവിടെ ഏത് കോടതിയിലൊന്നും പറയാൻ തയ്യാറാണ്. ചെറിയാവ മാത്രമല്ല സംസാക്കാം. എൻ്റെ ഈ ബഷീർ അമ്മോന്ന് പറഞ്ഞ ബഷീർ, ആ തള്ള ശരിയല്ല, എൻ്റെ മൂത്ത പെങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിലുണ്ട്. അറിയാം എനിക്ക്? ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് കേട്ടാണ് എന്നെ ഞാൻ പറഞ്ഞേക്കാതിരുന്നത്. അല്ല എൻ്റെ ഉമ്മാനിപ്പാനും കാണാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നിട്ടില്ല. ഇന്നിട്ട് എന്നെ ഞാൻ പറഞ്ഞേച്ച് എന്തിനാ ഉപ്പാനും ഉപ്പാക്ക് സുഖമില്ലാത്ത രീതിയിൽ ഉമ്മ വന്ന് വിളിക്കുമ്പോൾ എന്നെ ഞാൻ പറഞ്ഞേച്ചു. പക്ഷെ പറഞ്ഞേച്ചപ്പോഴൊക്കെ ഹമീദിനെ നീ വിളിച്ചു വെച്ചിട്ട് ആ പെരയിൽ ഹമീദും ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഇപ്പോഴല്ലേ സമീറ അറിഞ്ഞത്. അല്ല, എൻ്റെ പെരേന്ന് എൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളില്ലേ, 2 പെണ്ണുങ്ങളില്ലേ ആങ്ങൾക്ക്, അതിൽപ്പെട്ട ഒരു പെണ്ണുങ്ങള്. ഏത് പെണ്ണുങ്ങളാണ് അത്? ഏത് പെണ്ണുങ്ങളാണെന്ന് അവിടെ പോയി ചോദിച്ചു നോക്ക്, പെരയില് പറഞ്ഞുതരും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു കാര്യം. അതുകൊണ്ട് ഈ കാര്യം ക്ലോസ് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ ഇച്ചൊക്കെ ഈ നരകിക്കണേൽ എനിക്ക് സങ്കടമുണ്ട് മനസ്സിൽ. പക്ഷെ നരകിക്കും വേണം ഒരു മനുഷ്യർക്ക്. ഒരു മനുഷ്യർക്ക് 2 മനസ്സാണല്ലോ. ഈ 2 മനസ്സ് പറയാന്നുണ്ടെങ്കിൽ ഇന്നെ ദ്രോഹിച്ചതിന് പഠിച്ച എനിക്ക് ശിക്ഷ തന്ന്, ശിക്ഷ ചെയ്തുകൊണ്ടൊന്നും പോരാ എനിക്ക്. എന്താ വെച്ചാൽ എന്താ പോരാന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശിക്ഷ. എനിക്കറിയോ, നമ്മളെ ചെറിയ എറുമ്പ് ഇടക്കിടക്ക് പോയിട്ട് ആ കൊലായ്മലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആസിക്കിന് എത്ര പോലും സങ്കടം നമുക്കറിയോ? മെലിയല്ലോ, ആസിക്ക് മാത്രമേ മെലിയുള്ളൂ. ഇജ്ജ് ചെയ്ത പണിക്ക് ആസിക്ക് മാത്രമൊന്നല്ല, ഞാൻ എൻ്റെ 4 മക്കളും ഡെയിലി കണ്ണീര് ഒഴിക്കുന്നുണ്ട്. അന്നോട്ട് പറഞ്ഞേക്കടി, അന്നോട്ട് ഇന്ന വരെ കണ്ണീര് ഞങ്ങൾ ഒഴുക്കുന്നുണ്ട്. ആ കണ്ണീരിനുള്ള ശാപം ഉണ്ടല്ലോ, എൻ്റെ തന്തിയും തള്ളിയും ഇജ്ജും അനുഭവിക്കും. അനുഭവിക്കട്ടെ, അതൊരു വശം. അതാണ് ഒരു മനസ്സ്. പിന്നെ 2ാമത്തെ മനസ്സ്, ഇജ്ജ് കഷ്ടപ്പെടാൻ പാടില്ല എന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ മോന് വാശി പിടിച്ചിട്ടാണ് എനിക്കുള്ള ആ ഡ്രസ്സ് കൊടുന്നുവരുന്നത്. അപ്പോഴാണ് എൻ്റെ തന്ത മോന്റെ മോൻ എൻ്റെ തന്ത ശ്വാസം മുട്ടി നിൽക്കണ്, കള്ളപ്പന്നിന് ഒരൊറ്റ ചവിട്ടുന്നില്ല, നായി ചത്തു. ആ തന്ത എൻ്റെ മോനോട് പറഞ്ഞാത്ര, കള്ളം നായിക്ക് ആലോചിച്ചാ പോരെ, എൻ്റെ മോളെ കുട്ടിയാണത്, അങ്ങനത്തെ വാക്ക് പറയാൻ പാടില്ല എന്ന്. ഇവിടെ 150 ആൾക്കാരുണ്ട് അവൾ കൊടുന്നു കൊടുക്കാൻ. അങ്ങനെ പറയാൻ പാടില്ല എൻ്റെ തന്ത അങ്ങനത്തെ വാക്ക് പറയാൻ പാടില്ല അവിടുന്ന്.
കേട്ടിക്കണം തടി നാസറുണ്ട്, ആയുസിന്റെ മോൻ കുഞ്ഞോനുണ്ട്, ഇന്റെ മോനുണ്ട്. ഇന്റെ മോനോട് പറയാണ് ഇവിടെ കൊടുന്നെടുക്കാൻ 150 ആൾക്കാരുണ്ട്. എനിക്ക് 150 ആൾക്കാരിലടി 1500 ആൾക്കാരെ കിട്ടും. എന്താ വെച്ചാല് ഞാന് നല്ല തിന്നാൻ കൊടുത്തിട്ട് അന്നെ കേടെടുത്തിട്ടില്ല, ഞാന് നന്നാക്കിയിട്ടേ ഉള്ളൂ. അന്നെ ഞാൻ ഒരിക്കലും കേടെടുത്തിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. എങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ സംഗതിയും നോക്കി 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 നന്നാക്കിയാണ്. എനിക്ക് ചൊറി പിടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഹമീദാണ്. ഈ അരാക്കിപ്പടി ചൊറി പിടിച്ചില്ല. ഞാൻ എപ്പോഴും പറയേണ്ടത് വേറൊരു പുരുഷനായിട്ട് ബന്ധപ്പെടുക എന്നുണ്ടെങ്കിൽ ചൊറി പിടിക്കും. എന്താ വെച്ചാൽ ഇതിന്റെ ഒരു സത്യമാണ് ഇത്. ആ സത്യമാണ്. കാലുമ നീര് മാത്രമല്ല, കാലുമ ചൊറിയും വരും, ഒക്കെ വരും. അത് സത്യമാണ്. ഇത് മയിര് കളയാം മറ്റേ പൂറ്റിത്ത രോമം ഒഴിവാക്കാൻ നിന്നില്ല, അപ്പൊ തന്നെ എനിക്ക് സംശയമുണ്ട്. ഒഴിവാക്കാതെ ഒഴിവാക്കാൻ നിന്നില്ല ജി. ഒഴിവാക്കാൻ നിന്നപ്പോ തന്നെ ഒഴിവാക്കൂല്ലോ. ഒഴിവാക്കാൻ ആ പൊതികളൊക്കെ അങ്ങനെയാണ്, വേശ്യകളൊക്കെ അങ്ങനെയാണ്. എങ്ങനെ ഒഴിവാക്കാതിരിക്കില്ല? ഒഴിവാക്കൂല. അങ്ങനത്തെ വാക്കിന് പറയുന്നത് പുതിയ